സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല പോറ്റി. കാരണം സ്വർണം വീതിച്ച് നൽകിയിട്ടുണ്ട്. ആ വീതിച്ച് നൽകിയതിൽ കൈപ്പറ്റിയവരിൽ ഉന്നതരടക്കമുണ്ട്. ആ ഉന്നതരെന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉന്നതരാണ്. അത് CPM-ലെ മുതിർന്ന നേതാക്കളടക്കം അതിനകത്തുണ്ട് എന്നുള്ളതാണ് പോറ്റി നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിബേറ്റ് അവർ ഏഷ്യാനെറ്റിലെ ഡിബേറ്റ് അവർ കാണുമ്പോൾ അതിനകത്ത് വളരെ പെട്ടെന്ന് ഒരു കോൾ വരുന്നു. ആ കോൾ വന്നത് ആ ചർച്ച അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിനുവി ജോണിൻ്റെ ഒരു കോൾ കിട്ടുന്നു. ആ ചർച്ച അതിൽ പറയുന്നത് ആ വാട്സപ്പിൽ ഒരു സന്ദേശം വരുന്നു. ഈ പറയുന്ന എൻ്റെ കക്ഷി എന്ന് പറയപ്പെടുന്നത് ഒരു നെത്തോലി മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാചകം പറഞ്ഞത്. അത് വളരെ കൃത്യമായി അദ്ദേഹം അത് വായിക്കുകയും ചെയ്തു വിനുവി ജോൺ. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് പോറ്റിയെക്കുറിച്ച് ശാസ്തമംഗലം അജിത്ത് എന്ന് പറയപ്പെടുന്ന അഡ്വക്കേറ്റ്, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചതും ആ സന്ദേശത്തിന് പ്രകാരമാണ് അത് ആ ചർച്ചയ്ക്കിടെ വായിച്ചത്. ഞാനിത് പറയാൻ കാരണം, അപ്പോൾ ഞങ്ങൾ പലവട്ടം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് പല ഉന്നതരുമുണ്ട്. മന്ത്രിമാർ മുതൽ തന്ത്രിമാർ വരെ ഇതിന് പിന്നിലുണ്ട്. അവരുടെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പോലെ ഇതിനെ കുടുക്കിയവർ വരെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കുടുങ്ങിപ്പോയതാണ് പ്രശ്നം. അപ്പോൾ കുടുക്കിയവരാരാണ് എന്നുള്ളത് അവരെ കൂടി നിയമത്തിനകത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരും പറയുന്നത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അടക്കം കൃത്യമായിട്ടുള്ള മൊഴി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചനയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള വാദം വന്നിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗൽ അജിത് കുമാർ പറഞ്ഞ ഒരു വാചകം അത് വളരെ ശ്രദ്ധേയമാണ് എന്നുള്ള, ഏറെ പരിചയമുള്ള ഒരു അഭിഭാഷകനാണ്. മാത്രമല്ല നമുക്കറിയാലോ, സ്വർണ്ണക്കൊള്ളക്കേസിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനായിട്ട് നിയമിച്ചിരിക്കുന്നത് ഈ ശാസ്തമംഗൽ അജിത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് ശാസ്തമംഗൽ അജിത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പറഞ്ഞത് ഈ പറയുന്ന ആളൊരു ചെറിയ മീനല്ല, ഇദ്ദേഹം ഒരു ചെറിയ മീനാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനാണ്, പക്ഷേ ഒരു നെത്തോലിയാണ്. പക്ഷേ ഇതല്ലാതെ ഇതിൻ്റെ പിന്നിൽ വൻപൻ സ്രാവുകളുണ്ട്, അവരെയാണ് ഇതിനകത്ത് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യമെന്ന് പറയപ്പെടുന്നത്, ഈ പറയുന്ന ആൾ ഒരു ചെറിയ മീനാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറയപ്പെടുന്നത് ഒരു ഭീഷണിയോ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ കവർച്ചയുടെ പങ്ക് കിട്ടിയവർക്കുള്ള ഒരു മുന്നറിയിപ്പാട്ടോ ഇതിനെ വ്യാഖ്യാനിക്കണമെന്ന് തന്നെയാണ് വിലയിരുത്തൽ, അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിന് കാണുന്നത്. കാരണം കേസ് പൂർണ്ണമായിട്ടും തൻ്റെ മേലൊതുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടവരെ താനും കൈവിടും എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലൂടെ മുൻപോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2016 മുതലാണ് ഈ ശബരിമലയിൽ ഈ സ്പോൺസറായിട്ട് പോറ്റി അവതരിക്കുന്നത് തന്നെ. ഈ അവതാരപ്പിറവി എത്തപ്പെടുന്ന 2016 മുതലാണ്. അപ്പോൾ അവിടെ തന്ത്രിയുടെ അല്ല, ഈ കീഴ്ശാന്തിയുടെ അതിന് കീഴിലായിട്ട് പ്രവർത്തിക്കാൻ വന്ന ഒരാൾ മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ദേവസ്വത്തിൻ്റെ രേഖകൾ മാത്രമാണ് പലപ്പോഴും പോറ്റി സ്പോൺസർ. പലപ്പോഴും സ്വർണവും പണവും ഒക്കെ മുടക്കുന്നത് കർണാടകയിലെയും ആന്ധ്രയിലെയും ഭക്തരാണ് എന്നുള്ളതാണ്. ഇതിൽ വമ്പൻ സ്വർണ്ണക്കട മുതലാളിമാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, മനസ്സിലായില്ലേ? ഇതിനകത്ത് പലരും ഇതിനകത്ത് പെട്ട് കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോറ്റിയുടെ സഹായം വാങ്ങിയവരെല്ലാവരും ഈ മന്ത്രിമാരാണെങ്കിലും വലിയ കടമുതലാളിമാരാണെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ പോറ്റി നടത്തിയ പല സമർപ്പണങ്ങളിലും ശബരിമലയ്ക്ക് നൽകാൻ ഭക്തർ നൽകിയ സ്വർണം വരെ പോറ്റി കൈവശപ്പെടുത്തി എന്നുള്ള ഒരു സംഭവം കൂടി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരെല്ലാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ കരുതലിലാണ്. ഇപ്പോൾ വേണം അകത്താവാം, കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് അതുവഴി നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച വമ്പൻ സ്രാബുകൾ ഇതിനകത്തേക്ക് എത്തപ്പെടേണ്ടതുണ്ട്. അവരെ കൃത്യമായും അറസ്റ്റിലേക്ക് എത്തപ്പെടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ സ്വർണത്തിൻ്റെ നിറം മങ്ങുന്നതുമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴാണല്ലോ സ്വർണത്തിൻ്റെ നിറം മങ്ങിയതിൻ്റെ പേരിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെയാണ് കഴിഞ്ഞ മാസം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് അഴിച്ചെടുത്ത 12 സ്വർണ്ണപ്പാളികളും കഴിഞ്ഞ ദിവസം പുനഃസ്ഥാപിക്കുന്ന ഒരു സമീപനവും കൂടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ തുലാമാസ പൂജകൾക്കായിട്ട് വൈകുന്നേരം നട തുറന്ന ശേഷമാണ് പുതുതായിട്ട് ഈ സ്വർണം പൂശി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ശ്രീകോവിലിന് മുന്നിൽ എത്തിച്ചത് എന്നുള്ള പ്രത്യേകത കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായി. തുടർന്ന് 1 മണിക്കൂറിനുള്ളിൽ ദ്വാരപാലക ശില്പത്തിൽ പാളികൾ സ്ഥാപിച്ചു. അതിനുശേഷം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാല പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണ്ണകവചം അഴിച്ചു മാറ്റിയ ശേഷമാണ് അന്ന് സ്വർണം പൂശിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേവലം 5 വർഷം കഴിയുമ്പോൾ തന്നെ പാളികളുടെ നിറം മങ്ങിയത്. ഇതും ഞങ്ങൾ പലവട്ടം ഞങ്ങളുടെ ചർച്ചകളിൽ ചോദിച്ചതാണ്. എന്തുകൊണ്ടാണ് 1998 സ്വർണം പൂശി ഉണ്ടാക്കിയ സാധനം 21-22 വർഷങ്ങൾക്ക് കഴിഞ്ഞ് 2019 അത് നവീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുക്കുന്നത്? അതിനുശേഷം 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ 2025 വീണ്ടും അത് ഇളക്കിയെടുത്ത് നവീകരിക്കണമെന്ന് പറയപ്പെടുന്ന തരത്തിൽ. അപ്പോൾ അതിൻ്റെ നിറം മങ്ങുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി?
അപ്പോൾ അതിനകത്ത് സ്വർണ്ണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ഞങ്ങൾ പലവട്ടം പറയുകയും ചെയ്തു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണം പൂശാനായിട്ട് മാറ്റി മാറ്റി അഴിച്ചെടുക്കുമ്പോഴത്തേനും സ്വർണ്ണത്തിനെ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ 2016 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ LDF സർക്കാരിന് ഇതൊരു വെല്ലുവിളിയായി മാറുകയാണ് എന്നുള്ളതാണ്. ഇടതുമുന്നണിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ കഴിയില്ല. ഇടത് സർക്കാരിൻ്റെ കാലത്താണ് പോറ്റി ഇവിടെ സ്പോൺസറായിട്ട് കിടന്ന് അടിച്ചു പൊളിച്ച് ബലസിയത് എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ശബരിമല കൊള്ള നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വത്തിലെ ഉന്നതരുടെ ഒത്താശയോടെയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ സാറന്മാരും ഇതിനകത്ത് പെടുമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, മന്ത്രി മുതൽ തന്ത്രി വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ മന്ത്രിയാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിലും തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും കമ്മീഷണറാണെങ്കിലും ആരാണെങ്കിലും പിന്നെ ഈ തന്ത്രിമാരാണെങ്കിലും ഒക്കെ ഇതിനകത്ത് പെടും. ആ ഉന്നതരുടെ പേരടക്കം ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുമുണ്ട് അന്വേഷണ കമ്മീഷൻ. നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ശബരിമല ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളിയും കട്ടിളയിലെ സ്വർണവും മാറ്റിയത് ദേവസ്വം ഉന്നതരുടെ ഒത്താശയോടെയാണ് എന്ന് ഇതിനായിട്ട് ഇവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ചു എന്നുകൂടി പോറ്റി അയാളുടെ മൊഴിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സഹായിച്ച ഉന്നതരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തതിനു ശേഷം വളരെ കൃത്യമായി പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയം. ഇത് പലവട്ടം നമ്മൾ പറഞ്ഞു. അതായത് പ്രതി എന്ന് പറയപ്പെടുന്ന ഇതിനകത്ത് സ്പോൺസർ എന്ന് പറയപ്പെടുന്ന അയാളാണല്ലോ ഇത് കൊണ്ടുപോയത്. അയാളെ പിടിച്ച് അകത്താക്കി കൃത്യമായി ചോദ്യം ചെയ്ത് നടത്തിക്കഴിഞ്ഞാൽ ആരാണ് കൊടുത്തത്, എന്തിനാണ് കൊടുത്തത്, എപ്പോഴാണ് കൊടുത്തത്, എവിടെയാണ് കൊണ്ടുപോയതെന്ന് പറയാൻ കഴിവുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് ഇത്രയും ദിവസം ചെയ്യാതെ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ 2016 മുതൽ എത്തുമ്പോൾ എവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു, അവതാരമായി വരുന്നു. അതിനുശേഷം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പറയുന്ന CPMൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സഹയാത്രികരായിട്ടുള്ള മുതിർന്ന നേതാക്കളായിട്ടുള്ള ഉന്നതരായിട്ടുള്ളവർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ട്. അപ്പോൾ സ്വർണം മോഷണം സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരമില്ലെന്നായിരുന്നു അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം പുറത്തു പറഞ്ഞിരുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിശദമായിട്ട് പരിശോധിച്ച ശേഷം ഇനിയിപ്പോൾ തുടർ നടപടിയിലേക്ക് പോകും. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ അല്ല, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരടക്കം കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വർണ്ണപ്പാളി കടത്തുന്നതിനായിട്ട് കൂട്ടുന്ന ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ 10 പേരെ പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ഒരു FIR തന്നെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ FIRൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് ശേഷം കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 2 കിലോ സ്വർണം കണ്ടെടുക്കാനുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള കൊള്ള നടത്തിയ 394.9 ഗ്രാം സ്വർണം മാത്രമാണ് ശബരിമലയിൽ കൊണ്ട് തിരികെ എത്തിച്ചത് എന്നാണ്. അപ്പോൾ ബാക്കി വരുന്ന സ്വർണം എവിടെ? ഈ 2 കിലോയോളം പറഞ്ഞ സ്വർണം കണ്ടെടുക്കാനായിട്ട് പോറ്റിയെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തി അതിനുശേഷമായിരിക്കും അവ എവിടെയൊക്കെയാണ് ലഭിച്ചത്, ആർക്കൊക്കെയാണ് നൽകിയതെന്ന് അറിയാൻ കഴിയുള്ളൂ. ഇനി ഇത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടി എന്ന് പറയപ്പെടുന്നത് അത് ആചാരലംഘനമാണ് എന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാക്കണമെന്നും അറസ്റ്റ് റിപ്പോർട്ടിലും ഇത് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മൊഴിയെടുത്തപ്പോൾ തന്നെ ആ മൊഴികളിൽ ചിലപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാതെ പോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയില്ല. അപ്പോൾ ഇതിനകത്ത് ആചാരലംഘനം നടത്തിയിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ നിന്നും പിടിച്ച് മുന്നോട്ട് പോകുവാനോ മറ്റൊരാളിലേക്ക് എത്തുവാനോ കഴിയാത്ത ഒരു തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആകുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ സിനിമാ നടൻ ജയറാമിൻ്റെ വീട്ടിൽ വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയ സമയത്തിന് വിനീത വിധേയനായിട്ട് നിൽക്കുന്ന ജയറാമിനെ നമുക്ക് കാണാനും കഴിയും. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അയ്യപ്പനോടുള്ള തീർത്താൽ തീരാത്ത ഭക്തിയും വിശ്വാസത്തിൻ്റെയും പുറത്തായിരിക്കാം. പക്ഷേ എങ്കിലും ജയറാമിൻ്റെ വീട്ടിലും പ്രത്യേക അന്വേഷണ സംഘം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എത്തേണ്ടതുണ്ട്, അവിടെ എത്തുകയും ചെയ്യും. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം എന്ന് പറയപ്പെടുന്നത്. കൂടാതെ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ പോറ്റിയുടെ ഈ അതിവേഗ അറസ്റ്റിന് കാരണം ഇയാൾ ഇതിനു ശേഷം ഒളിവിൽ പോകും. അപ്പോൾ ഇത്രയും ദിവസം ഇയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും വളരെ പെട്ടെന്ന് പിടിച്ചു എന്നാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് എന്നേ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു, എന്നേ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു തുടങ്ങി ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ വമ്പൻ സ്രാവുകളും അകത്തായേനെ. പക്ഷെ അതിനുള്ള സാധ്യതകൾ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. ഇതിന് അപ്പുറം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ചിലപ്പോൾ ഇപ്പോൾ പോലും പിടിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഇദ്ദേഹം സ്ഥലം വിട്ടേനെ. ഇനി ഇത് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പിടിയിലായതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വലിയ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൂളാണ്.
അദ്ദേഹത്തിന് ആരും അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അന്വേഷണ സംഘം പല സ്ഥലങ്ങളിൽ ഇനി പോകേണ്ട, കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും തെലങ്കാനയിലാണൊക്കെ തെളിവെടുപ്പിന് വേണ്ടി പോകേണ്ടതുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തപ്പെട്ടത് ആരുടെയോ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ അറസ്റ്റിലാവേണ്ട സമയമാണ്, അറസ്റ്റിലായിക്കോളൂ. അപ്പോൾ അല്ലെങ്കിൽ ഏകദേശം 40-50 ദിവസത്തോളം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത വണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഇവിടെ വിലസി നടന്നപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ കൃത്യമായി ഇടതുമുന്നണിയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായം വളരെ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ, ഉന്നത മേലാളന്മാരുടെ, മന്ത്രിയുടെ, തിരുവിതാംകൂർ പ്രസിഡന്റ് അടക്കമുള്ള ഇതിനകത്ത് ആരൊക്കെയോ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഉന്നതന്മാരുടെ ഒത്താശ ഇതിന് പിന്നിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതും ഇതേ ഉന്നതരുടെ ഇടപെടൽ മൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കും. കാരണം ഇപ്പോഴെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായില്ലെങ്കിൽ വീണ്ടുമുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പൊതുസമൂഹം പോകുന്ന കാഴ്ചയുണ്ടാകും. അത് സർക്കാരിന് ഭീഷണിയാവും. കാരണം തെരഞ്ഞെടുപ്പുകൾ വരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന കാലഘട്ടത്തിൽ അത്തരത്തിലൊരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി അതിനെ ഒരു കാലഘട്ടത്തിൽ 2020 സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ 2018 സംഭവിച്ചതുപോലെ ഒരു 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 വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ 2019 തെരഞ്ഞെടുപ്പിലേറ്റ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയപ്പെടുന്നത് അന്ന് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീ പ്രവേശനമായിരുന്നു. ആ സ്ത്രീ പ്രവേശനത്തിൽ ഇടതുമുന്നണി സർക്കാർ കൈക്കൊണ്ട നിലപാട് എന്ന് പറയപ്പെടുന്നത് ഈ സർക്കാരിന് ഇവിടുത്തെ വിശ്വാസികൾക്കെതിരായിരുന്നു. ആ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ആ പ്രവർത്തനം വളരെ കൃത്യമായി ജനങ്ങൾ അവർക്ക് വോട്ടായിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി സംഭവിച്ചെന്താണ്, 20-ൽ 19 സീറ്റും പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ച കണ്ടു. അങ്ങനെ അതേ അവസ്ഥ ഈ 2025 അല്ലെങ്കിൽ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും നിങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ള തരത്തിലേക്ക് ഉന്നതരുടെ ഇടപെടൽ മൂലം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി കുരുങ്ങാനുള്ളത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം നിർത്തി അല്ലെങ്കിൽ പ്രതിയാക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആ പ്രതിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താം, എന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുരുതി കൊടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളും മൊഴിയെടുക്കലിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൃത്യമായി ഇതിനകത്തുള്ള വമ്പന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത് പറയുന്നതും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു നെത്തോലിയാണ്, ഇതിനപ്പുറമുള്ള വമ്പൻ സ്രാവുകൾ ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ചുള്ള മൊഴി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുക തന്നെ ചെയ്യും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ബാക്കിയുള്ള വമ്പന്മാരെ അടക്കം ഇതിന് മുന്നിൽ കൊണ്ടുവരും. അതിനകത്ത് CPM-ൻ്റെ ഉന്നതരടക്കം ഉണ്ടാകും, മന്ത്രിമാരടക്കം ഉണ്ടാകും, പഴയകാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉണ്ടാകും, കമ്മീഷണർമാരുണ്ടാകും. മാത്രമല്ല തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടു വന്ന, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടു വന്ന ഉന്നത ഉദ്യോഗസ്ഥരും പൂജാരിയും തന്ത്രിയും ഈ പറയുന്ന മന്ത്രിയും ഒക്കെ അകത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.